ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിദ്യ. എൻ്റെ ഒരു പുതിയ ഒരു വീഡിയോ ആണ്, ആദ്യമായിട്ടിടുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ ഈ ചാനലിൽ. ആദ്യം തന്നെ ഇതിലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കരൾ ഫ്രൈ ആണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ കരൾ നല്ല വൃത്തിക്ക് കഴുകി ഒരു കുക്കറിലോട്ട് എടുക്കുകയാണ്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ മസാലകളെല്ലാം ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ആ മഞ്ഞൾപ്പൊടിയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മീറ്റ് മസാല ഇട്ടു. ഇനി ആ മീറ്റ് മസാലയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മുളക് പൊടി ഇടണം. ഫസ്റ്റ് ടൈം എഡിറ്റിംഗ് ആയതുകൊണ്ട് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പതിയെ നമുക്ക് സ്റ്റാർട്ടാകാം, എല്ലാം ശരിയാക്കാം. പിന്നെ അതിലോട്ട് ഉപ്പിട്ടതിന് ശേഷം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിനകത്ത് വെച്ച് വേവിക്കണം. അതാണ് അടുത്ത പ്രോസസ്സ്. ഈ മസാലയെല്ലാം നല്ലതുപോലെ അതിലോട്ട് പിടിക്കണം. അതുകൊണ്ട് ആ മസാലയെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ കൈവച്ച് നല്ലപോലെ അത് ഇളക്കി എടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി, നമുക്ക് കുറച്ച് അരപ്പ്, ഒരിച്ചിരി മസാല പിടിക്കണം അതിൽ. അങ്ങനെ വെച്ചിട്ട് നമുക്കത് കുക്കറിൽ വെച്ച് വിസിലടുപ്പിക്കാം. ഇനി അത് വേകുമ്പോഴത്തേക്കിന് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് ആ പാനിൽ നമുക്ക് സവാള വഴറ്റിയെടുക്കണം. സവാള ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മളതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് ഭയങ്കര ഇതായിട്ടുള്ള റെസിപ്പിയൊന്നുമല്ല, ഇത് എൻ്റെ ഒരു റെസിപ്പിയാണ്. എൻ്റെ ഒരു ടേസ്റ്റ് അതിനനുസരിച്ച് ഞാൻ വെക്കുന്നതാണ്. പാൻ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച ശേഷം കടുകിടണം. കടുക് സവാള എല്ലാം കൂടെ ഇട്ട് നമ്മൾ വഴറ്റിയൊരു ബ്രൗൺ കളർ കിട്ടണം. കടുക് ഇട്ട് കഴിഞ്ഞ് കരിയാപ്പില ഇടുക. കരിയാപ്പില ഇട്ടതിന് ശേഷം സവാള ഇടുക. സവാള ഇട്ടു. പിന്നെ അതിനകത്തോട്ട് തന്നെ പച്ചമുളക് ഇടണം. ആദ്യം സവാള കുറച്ച് വഴരണം, എന്നിട്ട് വേണം പച്ചമുളക് ഇടാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ആ സവാള ഇനി ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ല ചൂടിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് ഇൻഡക്ഷൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് വഴരട്ടെ. നല്ലപോലെ വഴന്നതിന് ശേഷം നമ്മൾ പിന്നെ അതിലോട്ട് പച്ചമുളക് ചേർക്കണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം, ഇതെല്ലാം ചേർക്കണം. കുറച്ച് വലുതായിട്ട് അരിഞ്ഞതുകൊണ്ട് വഴരാൻ കുറച്ച് താമസം എടുക്കും. നല്ല നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം വഴന്ന് കിട്ടും. അതുപോലെ ഉപ്പിട്ടാലും വേഗം, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വേഗം വഴന്ന് കിട്ടും. ഞാൻ അങ്ങനെയൊന്നും ഇട്ടില്ല, അല്ലാതെ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ കുറേ ലേറ്റായി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ അതിനകത്തോട്ടിട്ടു. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് വഴറ്റി ഒരിച്ചിരി ഒന്ന് ഇളക്കി. എന്നിട്ട് നടുക്കോട്ട് കുറച്ച് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് നല്ലപോലെ ഇളക്കി. ഇൻഡക്ഷനിൽ പാത്രം ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നത് കൊണ്ട് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചേക്കുന്നത് കൊണ്ടാണ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത്. ഇനിയുള്ള ഓരോ വീഡിയോയിലും കുറച്ച് ഞങ്ങളിതെല്ലാം ശരിയാക്കുന്നു. എക്സ്പീരിയൻസ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇരിക്കുന്നത്. എങ്കിലും അടുത്ത പ്രാവശ്യം ശരിയാക്കും. അതിലോട്ട് എന്നിട്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും സവാളയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിനകത്തൊരു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത് ഇട്ടു. തേങ്ങാക്കൊത്ത് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റേ ഇട്ട് എണ്ണയ്ക്കകത്ത് നല്ല ബ്രൗൺ കളറാക്കി എടുക്കാം. പക്ഷേ അങ്ങനെ കളർ ചേഞ്ച് ആകുന്നത് ഞങ്ങൾക്ക് വീട്ടിലാർക്കും അധികം ഇഷ്ടമല്ലാത്തത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഈ പകുതി ഒരു സവാളയൊക്കെ വഴന്നൊരു പകുതി ആകുമ്പോഴത്തേക്കിനാണ് ഇടാറ്.
നല്ലപോലെ ഇത് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നത് പോലെ നമ്മളത് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റി ആ പച്ചമുളകും ആ ഇഞ്ചിയുടെയും എല്ലാം ആ ഒരു പച്ച മണം പോകണം. അതുപോലെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മസാല ഇടണം. ഓൾറെഡി നമ്മൾ കരൾ വേവിക്കാൻ വേണ്ടി വെച്ചപ്പോൾ അതിനകത്ത് കുറച്ച് മസാല ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് കുറച്ച് മസാല ഇട്ടാൽ മതി. ഒരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല. ഇത്രയാണ് ഞാനിതിനകത്ത് ചേർക്കുന്ന മസാലകൾ. മെയിൻ മസാല എന്ന് പറയുന്നത് ഇതിൻ്റെ പെപ്പറാണ്. അത് ലാസ്റ്റ് ഇടണം, എന്നാലേ ആ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ആദ്യം നമുക്ക് ഇടാം, പക്ഷേ ലാസ്റ്റ് ഇടുമ്പോഴത്തേക്കിന് അതിൻ്റേതായിട്ടുള്ള ഒരു ആ ഒരു പെപ്പറിൻ്റെ ഒരു ഫ്ലേവർ നല്ലപോലെ നമുക്ക് കിട്ടും. വേവിക്കാൻ കരൾ വെക്കുമ്പോഴും നമുക്ക് കുറച്ച് പെപ്പർ പൊടി ഇട്ട് വെക്കാവുന്നതാണ്. ഈ മസാല ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കണം. മസാല ഉള്ളിയിലെല്ലാം നല്ലപോലെ അങ്ങോട്ട് പിടിക്കണം. നല്ലപോലെ മസാല പിടിക്കുമ്പോൾ മീറ്റ് മസാല ഇടണം. മീറ്റ് മസാല ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇടാം. എന്നിട്ട് നല്ലപോലെ വഴറ്റും. നല്ലപോലെ വഴറ്റി ആ മസാലയുടെ ഒരു പച്ച മണം പോകണം. അതുപോലെ ഇച്ചിരിയും കൂടെ നല്ല, ഞാൻ മുളക് പൊടി ഇട്ടത് കുറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട്. നമുക്കത് ഇളക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഗ്രേവിയുടെ തിക്ക് എത്ര വേണമെന്ന്. സവാളയിലെല്ലാം നല്ലപോലെ മസാല പിടിക്കുമ്പോൾ എത്ര വേണമെന്ന് അറിയാൻ പറ്റും. അപ്പോഴത്തേക്കിന് നമ്മുടെ കരൾ നല്ല കുക്കറിനകത്ത് നല്ല വെന്തു. ഇനി നമ്മൾ ഈ മസാലയ്ക്കകത്തോട്ട് ആ കരൾ വേവിച്ചത് എടുത്തിടണം. കരൾ വേവിച്ചത് ഞാൻ തട്ടിയിട്ടുണ്ട് അതിനകത്തോട്ട്. ഈ ആ മസാലയും അതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് ചേരണം. ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി. ഓൾറെഡി നമ്മൾ കരൾ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പെല്ലാം ഇട്ട് ഇളക്കിയല്ലേ വെച്ചേ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി കരൾ വെന്തിട്ടുണ്ട്. ഈ മസാല ആ ഗ്രേവിയെല്ലാം ഇതിനൊന്ന് പിടിച്ച് നല്ല ഡ്രൈ ആയി വരണമെന്നേ ഉള്ളൂ. ഉപ്പൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് അത് ഇടുക. നല്ലപോലെ ഇത് ഇളക്കി അതിനകത്ത് ഗ്രേവി മൊത്തം പറ്റണം. ഇരിക്കുന്നതോറും അതിൻ്റെ ഗ്രേവി പറ്റുന്നത് നമുക്ക് വീഡിയോയ്ക്കകത്ത് തന്നെ കാണാൻ പറ്റും. ഇത് നല്ല ഡ്രൈ ആകും. കണ്ടോ, അതിൻ്റെ ലാസ്റ്റ് ഫോട്ടോയാണിത്. മൊത്തം ആ ചാറ് മൊത്തം പറ്റി പെരളനായിട്ട് വരുമ്പോൾ